ഹായ്, ഞാൻ അഡ്വക്കേറ്റ് മുനീർ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ മൂന്നാം ഊഴത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പദ്ധതികളും മറ്റും അടുത്തു വരാനിരിക്കുന്ന ഗവൺമെൻറ്റിനു ഒരു ബാധ്യതയായി തീരും എന്നുള്ള വിഷയം ഒരു ചെറിയ ചർച്ചയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഖജനാവ് മുച്ചൂടം മുടിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് പല പദ്ധതികളിലൂടെയും ജനങ്ങളെ കയ്യിലെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വർദ്ധിച്ചതിലൂടെ ജനങ്ങൾക്ക് ഒരു നല്ല സന്ദേശമാണ് നൽകിയതെങ്കിലും 10 വർഷക്കാലം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് താല്പര്യമെടുക്കാതെ ഇപ്പോൾ ഈ ഇലക്ഷന് മുന്നേ 6 മാസം മാത്രം ബാക്കി നിൽക്കുന്ന ഈ സമയത്ത് ഈ വർധന വരുത്തിയതിലൂടെ ഖജനാവിന് ബാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് നൽകാനുള്ള സമയം ഈ 6 മാസത്തിന് ഇടയിൽ തുച്ഛവും വരുന്ന ഗവൺമെൻറ്റിന് ഇതൊരു വമ്പിച്ച ബാധ്യതയായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിൽ ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യത്തെ നിരാകരിക്കുക എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം അത് പരിധി വിടുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. 10 വർഷം മുന്നേ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി അധികാരത്തിലേറിയ പിണറായി സർക്കാർ പ്രളയ കാലഘട്ടത്തിൽ നടത്തിയ പൊടിക്കൈകളിലൂടെ വീണ്ടും അധികാരത്തിൽ വരുന്ന ചിത്രമാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ ശബരിമലയിലെ വിഷയങ്ങളും മറ്റു പല വിഷയങ്ങളും കൂടി ഗവൺമെൻറ്റിനെ തിരിച്ചടിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷനിലെ ഈ റിസൾട്ട് അത് ഒന്നുകൂടി ഭയപ്പാടിനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. ജനങ്ങളുടെ കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത് നേർപകുതിയാക്കി ചുരുക്കിയെങ്കിലും ഇപ്പോഴും പഴയതിനെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. എല്ലാ രംഗത്തും വില വർധനവ ജനങ്ങൾക്ക് ജീവിതത്തെ ബാധിച്ചു തുടങ്ങി. വൈദ്യുതി രംഗത്തായാലും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനയിലായാലും എല്ലാ രീതിയിലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായി ഇരിക്കുകയാണ്. ഇത്തരുണത്തിലാണ് ഇങ്ങനെയുള്ള മേൽപ്പറഞ്ഞ പ്രകാരമുള്ള ജനസേവക പ്രവർത്തനങ്ങൾ ഈ അവസാന ഘട്ടത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം ഞാൻ ചർച്ച ചെയ്യുന്നത്. UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നെങ്കിലും അതിന് എതിരെ സമരം ചെയ്തുകൊണ്ട് മുന്നേറിയ ഇടതുപക്ഷം 10 വർഷക്കാലം അധികാരത്തിൽ ഇരുന്നിട്ടും അതിൽ യാതൊരു നടപടിയും കൈക്കൊള്ളാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരുണത്തിൽ പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കും എന്നുള്ള ഇലക്ഷൻ പ്രഖ്യാപനം അത് നടപ്പാക്കാനുള്ള ഉദ്ദേശമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതും കൂടി വരുമ്പോൾ വൻ ബാധ്യത ഗവൺമെൻറ്റിലേക്ക് എത്തിപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിലൊക്കെ അപ്പുറമാണ് യാതൊരു ആവശ്യവുമില്ലാതെ തടവ് പുള്ളികൾക്കുള്ള വേതന വർധന. 120ഉം 63 രൂപയും ഉണ്ടായിരുന്ന വേതനം വിദഗ്ധ തൊഴിലാളികൾക്ക് 168 രൂപയായിരുന്നത് ഇപ്പോൾ 620 രൂപയും ഭാഗ്യവൈദഗ്ധ്യമുള്ളവർക്ക് 560 രൂപയും അവിദഗ്ധ ജോലി ചെയ്യുന്ന തടവുകാർക്ക് 530 രൂപയുമാക്കിയിരിക്കുന്നു. 5000-ഓളം വരുന്ന കേരളത്തിൽ ആകമാനമുള്ള തടവ് പുള്ളികൾക്ക് ആണ് ഈ ഒരു ഉപകാരം ലഭിക്കുക. ഇത് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ശിക്ഷ കഴിഞ്ഞ ആളുകൾക്ക് നിർബന്ധമായും വിചാരണ തടവുകൾക്കും മറ്റുള്ളവർക്കും ഇത് ജോലി ചെയ്യൽ നിർബന്ധവുമില്ല. ഈ ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ ഇവർക്ക് ലഭിക്കുന്ന വേതനത്തിൽ 60%
വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നതിനും 20% തടങ്കലിൽ ഭക്ഷണം വാങ്ങുന്നതിനും ബാക്കി വരുന്ന 30% രൂപ മറ്റ് ചെലവുകൾക്കുമായിട്ടാണ് ഇത് ചെലവഴിക്കുക എന്നുള്ള നിബന്ധനയാണുള്ളത്. ഇതെല്ലാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പങ്കാളിത്ത പെൻഷൻ ആവട്ടെ, ക്ഷേമ പെൻഷൻ ആവട്ടെ, ഇപ്പോൾ ഇതാവട്ടെ, ഈ ഇത്രയും കാലം ഭരിച്ചിട്ട് യാതൊന്നും ക്ഷേമ പ്രവർത്തനങ്ങൾ മറ്റും ഒന്നും ചെയ്യാതെ ഈ അവസാന ഘട്ടത്തിൽ ഇത് വർദ്ധിപ്പിക്കുന്നതിലൂടെ തുടർന്നു വരുന്ന ഗവൺമെന്റിന് വൻ ബാധ്യതയാവും എന്നതിൽ ആർക്കാണ് സംശയം ഉണ്ടാവുക? ഏതായാലും ഇനിയും പല പദ്ധതികളും, നമ്മൾ പ്രതീക്ഷിക്കാത്ത പദ്ധതികൾ വരാം. ഇലക്ഷൻ പ്രമാണിച്ച് പൊടിക്കൈകൾ പ്രയോഗിച്ച് മൂന്നാം ഊഴം കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യം ആണ് മുന്നിൽ നിൽക്കുന്നത്. അതിനുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം. ഈ വിഷയം ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്, നമസ്കാരം.